ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഉപയോഗിക്കുന്ന കാറിൻ്റെ മൈലേജ് എങ്ങനെയാണ് മാക്സിമം വർദ്ധിപ്പിക്കാൻ കഴിയുക, അല്ലെങ്കിൽ മികച്ച ഒരു മൈലേജ് ലഭിക്കാൻ വേണ്ടി ഡ്രൈവർ എന്തൊക്കെ കാര്യങ്ങളാണ് വാഹനത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പ്രധാനമായും വാഹനത്തിൻ്റെ മെയിൻ്റനൻസ് കൃത്യമായി ചെയ്തിരിക്കണം. നമ്മൾ എൻജിൻ ഓയിൽ കൃത്യമായി പ്രോപ്പറായി മാറിയിരിക്കണം. എൻജിൻ്റെ പാർട്സുകൾക്ക് കൃത്യമായ ലൂബ്രിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എൻജിൻ ഓയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് എൻജിൻ ഓയിൽ മാറിയിരിക്കണം, എന്നാലേ അവിടെ കൃത്യമായ ലൂബ്രിക്കേഷൻ എന്നൊരു പ്രോസസ്സ് നടക്കുകയുള്ളൂ. അടുത്ത പ്രധാനപ്പെട്ട ഭാഗം എയർ ഫിൽറ്റർ ആണ്. നമ്മൾ എയർ ഫിൽറ്റർ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ നമ്മൾ റീപ്ലേസ് ചെയ്തിരിക്കണം. വാഹനത്തിൻ്റെ മെയിൻ്റനൻസിൽ പ്രധാനപ്പെട്ടതാണ് എൻജിൻ ഓയിലും ഓയിൽ ഫിൽറ്റർ. നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. എൻജിൻ ഓയിൽ മാറുന്ന സമയത്ത് ഓയിൽ ഫിൽറ്റർ കൂടി നിർബന്ധമായി മാറിയിരിക്കണം. അടുത്തത് എയർ ഫിൽറ്റർ. ഇപ്പോൾ പെട്രോൾ എഞ്ചിൻ എടുത്തു കഴിഞ്ഞാൽ മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ എയറും ഫ്യൂലും കൃത്യമായ റേഷ്യോയിൽ മിക്സ് ആവണം. അപ്പോൾ എയർ ഫിൽറ്റർ ബ്ലോക്ക് ആകുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഈ എയർ കൃത്യമായി ഫ്യൂലുമായിട്ട് മിക്സ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരും. കമ്പഷൻ ചേമ്പറിൽ എയർ ഫ്യൂൽ മിക്സ്ചർ സ്പാർക്ക് പ്ലഗിൽ സ്പാർക്ക് കൊടുത്തിട്ടാണ് അവിടെ ഒരു കമ്പഷൻ നടക്കുന്നത്. അങ്ങനെയാണ് പിസ്റ്റൻ ചലിച്ചിട്ട് മൂവ്മെൻറ്റിലാണ് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ റൊട്ടേഷൻ വഴി പവർ വീലുകളിലേക്ക് പോകുന്നത്. അപ്പോൾ അതേപോലെ ഡീസൽ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ കമ്പഷൻ ചേമ്പറിൽ എയറിനെ കംപ്രസ് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവും. അവിടേക്ക് ഇഞ്ചക്ടറിൽ ഹൈ പ്രഷറിൽ FIP ഉപയോഗിച്ച് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് ഉപയോഗിച്ച് ഡീസലിനെ സ്പ്രേ ചെയ്യുന്നൊരു സിസ്റ്റമാണ്. അപ്പോൾ ഇത് കൃത്യമായി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എയർ ഫിൽറ്റർ പക്ക നീറ്റായിരിക്കണം, ക്ലീൻ ആയിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ എൻജിൻ്റെ ഹെൽത്ത് വളരെ ഗുഡായിരിക്കണം. എൻജിനുമായി ബന്ധപ്പെട്ട കൂളിംഗ് സിസ്റ്റം, അതിൻ്റെ ബെയറിങ്ങുകൾ, അതിൻ്റെ ടൈമിംഗ് ബെൽറ്റുകൾ, ആൾട്ടർനേറ്റീവ് ബെൽറ്റ്, AC ബെൽറ്റ്, ബെയറിംഗ് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു എൻജിൻ്റെ ഔട്ട്പുട്ടിനെ, പവർ ഔട്ട്പുട്ടിനെ ബാധിക്കും. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിരിക്കണം. അതുപോലെ തന്നെ ക്ലച്ച് മെക്കാനിസം, ക്ലച്ച് തേയ്മാനുണ്ടെങ്കിൽ കറക്റ്റ് പവർ ഔട്ട്പുട്ട് ഗിയർ ബോക്സിലേക്ക് പോകില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ആക്സലുകൾ, ഡ്രൈവ് ഷാഫ്റ്റുകൾ, ഈ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായി പ്രോപ്പറായ രീതിയിലാണെങ്കിൽ മാത്രമേ നമുക്ക് മികച്ചൊരു ഔട്ട്പുട്ട് ലഭിക്കുകയുള്ളൂ. വാഹനത്തിൻ്റെ ടയറിൻ്റെ പ്രഷർ കൃത്യമായി മാനുഫാക്ചറർ പറഞ്ഞ ആ ഒരു പ്രഷർ തന്നെ ആയിരിക്കണം. മിക്കവാറും എല്ലാ വാഹനങ്ങളിലും ഡ്രൈവർ സൈഡിലെ ബി പില്ലറിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരു സ്റ്റിക്കർ അടിച്ച് കൊടുത്തിട്ടുണ്ടാവും. ഫ്രണ്ടിലെ ടയറിൽ ഇത്ര പ്രഷറാണ് വേണ്ടത്, റിയറിൽ ഇത്ര പ്രഷറാണ് വേണ്ടത്, കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ നമ്മളെ വാഹനത്തിൻ്റെ അലൈൻമെൻറ്റ് കൃത്യമായിരിക്കണം. നമ്മളെ വാഹനം പല ടെറൈനിൽ കൂടിയും പല സിറ്റുവേഷനിൽ കൂടിയും ഡ്രൈവ് ചെയ്ത ഒരു സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ടൊരു 5000 കിലോമീറ്ററിൽ ടയർ അലൈൻമെൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ റൊട്ടേഷൻ ചെയ്ത് വീൽ ബാലൻസ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ടയർ കൃത്യമായി പ്രോപ്പർ അലൈൻമെൻറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്യാമ്പർ, കാസ്റ്റർ, ടോ ഇൻ ടോ ഔട്ട് എന്ന് പറഞ്ഞ രീതിയിലുള്ള ഇററുകൾ, ആംഗിൾ വ്യത്യാസങ്ങൾ ടയറിന് മാക്സിമം ഇല്ലാത്ത രീതിയിൽ നമുക്ക് വാഹനത്തെ കൊണ്ടുനടക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ സസ്പെൻഷൻ സിസ്റ്റം കൃത്യമല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നം സസ്പെൻഷൻ സിസ്റ്റം ഉണ്ടാകുന്ന സമയത്ത് വാഹനം കർവ് എടുക്കുന്ന സമയത്തിലൊക്കെ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി കൃത്യമായി ബാധിക്കും. ആ ഒരു സമയത്ത് അത് ടയറിലേക്ക് അതിൻ്റെ എഫക്റ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും ഒരു പരിധിവരെ നമ്മുടെ മൈലേജിനെ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു ഘടകം കൂടിയാണ്. അടുത്തതായിട്ട് പ്രോപ്പറായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകും. നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനനുസരിച്ച് നമ്മളെ ഗിയറിനെ ചേഞ്ച് ചെയ്ത് കൃത്യമായ ലോഡും വാഹനത്തിൻ്റെ വെയിറ്റും റോഡിൻ്റെ കണ്ടീഷനും അനുസരിച്ച് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പാകത്തിന് കൃത്യമായ ഒരു പവർ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലേക്ക് വാഹനത്തെ ചേഞ്ച് ചെയ്യുകയാണ് ഈ ഒരു ഗിയർ ഷിഫ്റ്റിങ്ങിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം പവർ ഔട്ട്പുട്ട് കിട്ടും. അതുപോലെ അഗ്രസീവ് ആയിട്ടുള്ള ഡ്രൈവിംഗ് മാക്സിമം കുറയ്ക്കുന്നതാണ് മൈലേജ് കൂടുതൽ ലഭിക്കാൻ സഹായകമാകുന്നത്. കാരണം നമ്മൾ അഗ്രസീവായിട്ട് വളരെ ക്വിക്കായിട്ട് ആക്സിലറേഷൻ കൊടുക്കുക, ക്വിക്കായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ വാഹനത്തിൻ്റെ പവർ ഡ്രോപ്പ് ആകും. അത് മൈലേജിന് ബാധിക്കും. വാഹനം സഡനായിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. എഞ്ചിന് കൂടുതൽ ലോഡ് കൊടുക്കേണ്ടി വരും. നമ്മൾ പ്രോപ്പറായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിന് ലോഡ് കൂടും, പിസ്റ്റണൊക്കെ കണക്റ്റിംഗ് ലോഡ് തുടങ്ങിയ എഞ്ചിൻ്റെ പാർട്സുകളൊക്കെ നല്ല ലോഡ് കൂടുന്ന സമയത്ത് അതും ഒരു മൈലേജിനെ ബാധിക്കുന്ന ഘടകമാണ്. അപ്പോൾ കൃത്യമായിട്ട് ബ്രേക്ക് സ്മൂത്തായിട്ട് അപ്ലൈ ചെയ്യുക. അഗ്രസീവ് ഡ്രൈവിങ് മൈലേജുമായിട്ട് ഒരു രീതിയിലും കണക്റ്റ് ആവില്ല. നിങ്ങൾക്ക് മൈലേജ് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അഗ്രസീവ് ഡ്രൈവിങ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് വളരെ ലളിതമായി പറഞ്ഞാലുള്ള ഒരു സാഹചര്യം. അടുത്തത് ഓവർലോഡിങ് മാക്സിമം റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. വാഹനത്തിൻ്റെ വെയിറ്റ് മാക്സിമം കുറയ്ക്കുക. ഉദാഹരണം
നമ്മൾ ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഡിക്കിയിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ലോഡുമായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് മൈലേജ് ഒരിക്കലും ലഭിക്കില്ല. കാരണം വണ്ടി ഓവർലോഡാണ്, എഞ്ചിന് ഓവർ സ്ട്രെസ് വരുന്ന സാഹചര്യം ഉണ്ടാവും. അടുത്തത് വാഹനം ഒരു ഒപ്റ്റിമൽ സ്പീഡിൽ ഓടിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു സിറ്റി ട്രാഫിക്കിൽ നടക്കില്ല, നമ്മൾ വൺ വേ പോകുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ തിരക്കില്ലാത്ത സമയത്തൊക്കെ നമുക്ക് വാഹനത്തിന് ഒരു പെർട്ടിക്കുലർ സ്പീഡിൽ നമുക്ക് ഇടുകയോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മൈലേജ് മാക്സിമം ലഭിക്കും. ഇപ്പോൾ 60-70 ആ ഒരു റേഞ്ചിലുള്ള സ്പീഡ് കണ്ടിന്യൂസ് നമ്മൾ ഓടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം മൈലേജ് കയറും. ഇപ്പോൾ ഇറങ്ങുന്ന വാഹനങ്ങളിലൊക്കെ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ എന്നൊരു സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മളെ വാഹനം ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് ട്രാഫിക്കിലൊക്കെ കൂടുതൽ നേരം നിന്ന് കഴിക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി ന്യൂട്രലാക്കിയിട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കലി എൻജിൻ ഒരു ചെറിയ സ്ലീപ്പിലേക്ക് പോകും. അപ്പോൾ മാക്സിമം നമുക്ക് ഫ്യൂവൽ ലാഭിക്കാൻ പറ്റും. അപ്പോൾ അതും ഒരു തരത്തിൽ നമുക്ക് മൈലേജ് വർദ്ധിപ്പിക്കാൻ സഹായമാകുന്നുണ്ട്. അപ്പോൾ മൈലേജുമായി ബന്ധപ്പെട്ട മൈലേജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഹനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മൈലേജുമായിട്ട് കണക്റ്റഡ് ആണ്. പ്രോപ്പർ എൻജിൻ കറക്റ്റ് പ്രോപ്പർ കണ്ടീഷൻ അല്ലെങ്കിൽ അത് മൈലേജിനെ ബാധിക്കും. കൂളിംഗ് സിസ്റ്റം പ്രോപ്പർ അല്ലെങ്കിൽ അത് മൈലേജിനെ ബാധിക്കും. അങ്ങനെ എല്ലാ ഭാഗങ്ങളും ക്ലച്ച്, ഗിയർ ബോക്സ് നമ്മൾ പ്രോപ്പറായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ അത് മൈലേജിനെ ബാധിക്കും. ബ്രേക്ക് അനാവശ്യമായിട്ട് ക്വിക്കായിട്ട് സഡൻ ബ്രേക്ക് ചെയ്യുമ്പോൾ, അപ്പോൾ ബ്രേക്ക് ചെയ്യണ്ട എന്നല്ല ഉദ്ദേശിച്ചത്, നമ്മൾ പ്രോപ്പറായിട്ട് നെക്സ്റ്റ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്പീരിയൻസ് ഡ്രൈവർ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യുക, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണോ സംഭവിക്കുന്നുള്ള അവൻ മനസ്സിൽ മുൻകൂട്ടി അത് കാണും. അതിനനുസരിച്ച് വണ്ടിയെ കൺട്രോൾ ചെയ്യുക. സിമ്പിളായി പറഞ്ഞാൽ അതാണ്. പ്രോപ്പറായി ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഗിയർ ചേഞ്ച് ചെയ്യുക. സ്ലോ ഡൗൺ ചെയ്യേണ്ട സമയത്ത് കൃത്യമായി ബ്രേക്ക് സ്മൂത്തായി അപ്ലൈ ചെയ്ത് വാഹനത്തിനൊരു കൂടുതൽ ഓവർലോഡ് കൊടുക്കാത്ത രീതിയിൽ വാഹനം ഡ്രൈവ് ചെയ്യാം. പ്രോപ്പറായിട്ട് ടയറിൻ്റെ പ്രഷർ നോക്കുക, അലൈൻമെൻറ്റ്, സസ്പെൻഷൻ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ സിറ്റി ട്രാഫിക്കിലല്ല, വൺ വേ പോകുന്ന സമയങ്ങൾ അല്ലെങ്കിൽ ഒഴിഞ്ഞ റോഡുകളിൽ ഒരു പ്രോപ്പർ പെർട്ടിക്കുലർ സ്പീഡിൽ വാഹനം ഓടിക്കുക. ഒരു 60-70 ഒരു എക്കണോമി റേഞ്ച് വരുന്നത്. അപ്പോൾ ഈ ഒരു തരത്തിൽ ഓടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം മൈലേജ് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അപ്പോൾ നിങ്ങൾ മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടിപ്പുകളാണ് ഉപയോഗിക്കുന്നുണ്ടെന്നില്ല അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. അതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനവും ആ വാഹനം നിങ്ങൾക്ക് ഇതുവരെ തന്ന മാക്സിമം മൈലേജ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അതെല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ മൈലേജുമായി ബന്ധപ്പെട്ട് ഇതാണ് സിമ്പിളായിട്ടുള്ള കാര്യം. കൃത്യമായി എൻജിൻ്റെ പവറിനെ കൃത്യമായി വീലുകളിലേക്ക് പ്രോപ്പറായിട്ടൊരു തടസ്സം കൂടാതെ സ്മൂത്തായിട്ട് നമുക്ക് എത്തിച്ചു കഴിഞ്ഞാൽ വാഹനത്തിന് മാക്സിമം മൈലേജ് ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.